മൂന്ന് കാര്യങ്ങളിലാണല്ലോ വിമർശനം. ഒന്ന്, NSS എടുത്ത നിലപാടിന് CPM എന്തിനു വഴിക്കണം? NSS എടുത്ത നിലപാടെന്താ? NSS എടുത്ത നിലപാട് BJPയും കോൺഗ്രസും ശബരിമല വിഷയത്തിൽ തട്ടിപ്പ് കാണിച്ചു, അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന നിലപാടെടുക്കുമ്പോൾ NSS അങ്ങോട്ട് നിലപാടെടുത്തുള്ളൂ. അതിന് CPM നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? സുകുമാരൻ നായർ പറയുന്നത് എങ്ങനെയാ? ശബരിമലയിൽ നിയമനിർമ്മാണം നടത്താമെന്ന് V. മുരളീധരൻ 2019 പറഞ്ഞില്ലേ? എന്നിട്ട് ഇപ്പോൾ BJP എന്ത് നിലപാടാണ് എടുത്തത്? കേരള സംസ്ഥാനത്തിലെ ഹിന്ദു റിലീജിയസ് വർഷിപ്പ് ആക്ടുമായി ബന്ധപ്പെട്ടുള്ള നിയമത്തിൽ എന്ത് കേന്ദ്ര നിയമമാണ് വരാൻ പോകുന്നത്? ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നുണ്ടല്ലോ, അങ്ങ് ശബരിമലയെ കേന്ദ്രം അങ്ങ് ഏറ്റെടുത്തുകൊള്ളാമെന്ന്. ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ? ഏത് ദേവസ്വം വകുപ്പ്? കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രത്തെ എങ്ങനെ ദേവസ്വം മന്ത്രാലയം വന്ന് കേരളത്തിൽ ഏറ്റെടുക്കും? എങ്ങനെ കേരളത്തിലെ ഒരു ക്ഷേത്രം, കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രം എങ്ങനെ ഏറ്റെടുക്കും? ഈ ഉദാഹരണത്തിന്, ഇനി സഹകരണത്തിന്റെ കാര്യമാണെങ്കിൽ ഇവിടുത്തെ സഹകരണ സ്ഥാപനത്തെ കേന്ദ്രം എങ്ങനെ ഏറ്റെടുക്കുക? ഇതാണ് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. കേന്ദ്രം ഒരു നിയമം നിർമ്മിച്ച് ഒരു ദേവസ്വം ബോർഡ് ഉണ്ടാക്കി, കേന്ദ്ര ദേവസ്വം ബോർഡ് ഉണ്ടാക്കി ശബരിമല അങ്ങ് ഏറ്റെടുക്കുമെന്ന് പറയുകയാണ്. ശബരിമല നിലവിൽ പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്, റൂൾസിന്റെ അടിസ്ഥാനത്തിലാണ്. അതിലാണ് സുപ്രീം കോടതി മാറ്റം വരുത്തിയിരിക്കുന്നത്. അപ്പോൾ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളാണ് ഒരു ഭാഗത്തിരുന്ന് സുരേഷ് ഗോപി അവതരിപ്പിക്കുന്നു. ഇത് തന്നെയാണ് മറുപക്ഷവും പറയുന്നത്. ഇത് CPM എന്തോ തരത്തിൽ മനംമാറ്റം നടത്തി എന്ന മട്ടിലാണ്.